വെറും ഒരു ആരാധനാലയം എന്നതിലുപരിയാണ് വിശ്വാസികൾക്ക് ക്ഷേത്രങ്ങൾ. തങ്ങളുടെ ദുഃഖങ്ങളും ആദികളുമെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് മനഃശാന്തി തേടാനും ആഗ്രഹങ്ങൾ സാധിക്കാനും ഒക്കെ ഓടിയെത്തുന്ന ക്ഷേത്രങ്ങൾ ഭക്തർക്ക് അവരുടെ എല്ലാമെല്ലാമാണ്. ഭാരതത്തിലെ ക്ഷേത്രങ്ങളുടെ കഥ നോക്കുമ്പോഴും നിർമ്മാണ രീതികളെപ്പറ്റി പഠിക്കുമ്പോഴും ഇക്കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. ഭൂമിക്കടിയിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങളും എത്ര ശക്തമായ കാറ്റിലും കാറ്റിന്റെ ദിശയ്ക്കെതിരെ പാറുന്ന കൊടിമരമുള്ള ക്ഷേത്രവും സരിഗമ പാടുന്ന ക്ഷേത്രത്തിലെ തൂണുകളും നിലം സ്പർശിക്കാത്ത തൂണുകളുള്ള ക്ഷേത്രങ്ങളുമൊക്കെ ഭാരതീയരുടെ നിർമ്മാണ കഴിവിനെയാണ് കാണിക്കുന്നത്. ഇത്തരം പ്രത്യേകതകളുള്ള ധാരാളം ക്ഷേത്രങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലൊന്നാണ് ബാംഗ്ലൂരിലെ ഹുളിമാവിൽ സ്ഥിതി ചെയ്യുന്ന ഗവി ഗംഗാധരേശ്വര ക്ഷേത്രം. ഗുഹാക്ഷേത്രം എന്നറിയപ്പെടുമ്പോഴും മറ്റനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളെപ്പറ്റി നമുക്കൊന്നറിയാൻ ശ്രമിക്കാം. ഭാരതീയ നിർമ്മാണ കലയുടെ അടയാളമായി നിലകൊള്ളുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് ബാംഗ്ലൂരിലെ ഗവി ഗംഗാധരേശ്വര ക്ഷേത്രം. ബെന്നാർഘട്ട റോഡിൽ ഹുളിമാവിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ചില അത്ഭുത കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ഇടം കൂടിയാണ്. പാറ തുരന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം അത്തരത്തിലും പ്രശസ്തമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ബാംഗ്ലൂർ നഗരത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന കെമ്പഗൌഡ ഒന്നാമന്റെ കാലത്താണ് ഈ ക്ഷേത്രം നമ്മൾ കാണുന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ടത് എന്നാണ് വിശ്വാസം. 16ാം നൂറ്റാണ്ടിൽ പുനർനിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം നിർമ്മാണ കലയിലെ ഒരു അത്ഭുതമാണെന്ന് പറയാതെ വയ്യ. അത്രയധികം സവിശേഷതകളാണ് കല്ലിൽ കൊത്തിയ ഈ ക്ഷേത്രത്തിനുള്ളത്. ബാംഗ്ലൂരിൽ ഇന്ന് നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ഏറ്റവും പഴക്കമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നതാണ് ഗവി ഗംഗാധരേശ്വര ക്ഷേത്രം. 9ാം നൂറ്റാണ്ടിൽ ഗൗതമൻ എന്ന പ്രശസ്തനായ മഹർഷി നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്ന് കരുതപ്പെടുന്നു. രാമരായ എന്ന ഭരണാധികാരിയുടെ കീഴിൽ 5 വർഷം തടവിലാക്കപ്പെട്ട കെമ്പഗൌഡ ഒന്നാമൻ തിരിച്ചെത്തിയതിനു ശേഷം നിർമ്മിച്ച ക്ഷേത്രമാണിത്. ഒറ്റക്കല്ലിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നതും ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു. നിർമ്മാണത്തിലെ പ്രത്യേകതകൾ കൊണ്ട് വിശ്വാസികളുടെ മാത്രമല്ല എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടിയ ക്ഷേത്രമാണ് ഗംഗാധരേശ്വര ക്ഷേത്രം. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഓരോ ദിവസവും ഇവിടെ എത്തിച്ചേരുന്നത്. ശിവനെ ഗംഗാധരേശ്വരനായി ആരാധിക്കുന്ന ഇവിടെ ഒരു ഗുഹയ്ക്കുള്ളിലാണ് ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഇവിടെ എത്തുന്ന സൂര്യപ്രകാശമായി കണക്കാക്കപ്പെടുന്നു. വർഷത്തിലെ ചില പ്രത്യേക ദിവസങ്ങളിൽ 1 മണിക്കൂറോളം നേരം സൂര്യപ്രകാശം ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ ഉള്ളിലെ ശിവലിംഗത്തിൽ പതിക്കും. ക്ഷേത്ര പരിസരത്തെ നന്ദി പ്രതിമയുടെ കൊമ്പുകൾക്കിടയിലൂടെ എത്തുന്ന സൂര്യവെളിച്ചം ഗുഹയ്ക്കുള്ളിലെ ശിവലിംഗത്തിൽ പതിച്ചതിനെ പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വർഷത്തിൽ വളരെ കുറച്ച് അവസരങ്ങളിൽ മാത്രമാണ് സൂര്യന്റെ ഈ മാന്ത്രിക പ്രകടനം ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുകയുള്ളൂ. ജനുവരി മാസത്തിലെ മകരസംക്രാന്തി നാളിലാണ് ഇത് സാധാരണയായി നടക്കുക. ഏകദേശം 1 മണിക്കൂറോളം നേരം സൂര്യപ്രകാശം നന്ദി പ്രതിമയുടെ കൊമ്പുകൾക്കിടയിലൂടെ കടന്ന് ഗുഹയിലെ ശിവലിംഗത്തിൽ പതിക്കുന്നത് മനോഹരമായ ഒരു കാഴ്ചയാണ്. കൂടാതെ നവംബർ 26-നും ഡിസംബർ 2-നും ഇടയിലും ഇതേ കാര്യം ആവർത്തിക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നു. അഗ്നിയെ പ്രത്യേകമായി ആരാധിക്കുന്ന തെക്കേ ഇന്ത്യയിലെ അപൂർവ ക്ഷേത്രം കൂടിയാണിത്. ക്ഷേത്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിയുടെ അപൂർവ വിഗ്രഹത്തിലെത്തി പ്രാർത്ഥിച്ചാൽ കണ്ണിനുണ്ടാകുന്ന അസുഖങ്ങളും മറ്റു പ്രയാസങ്ങളും മാറുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒറ്റക്കല്ലിൽ തീർത്തിരിക്കുന്ന ഗുഹ കൂടാതെ ധാരാളം പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിനുണ്ട്. ക്ഷേത്രമുറ്റത്തുള്ള ഒറ്റക്കൽ പ്രതിമകളും വലിയ കരിങ്കൽ തൂണുകളും നന്ദി പ്രതിമകളും ശിവന്റെ ത്രിശൂലവും ഒക്കെ ഇവിടത്തെ പ്രത്യേകതകളാണ്. ക്ഷേത്രത്തിനെ സംബന്ധിക്കുന്ന വിശ്വാസങ്ങൾ പറയുന്നതനുസരിച്ച് ഇവിടെ 2 തുരങ്കങ്ങളാണുള്ളത്. അതിലൊന്ന് പോകുന്നത് വാരാണസിയിലേക്കാണെന്ന് പറയപ്പെടുന്നു. മറ്റേ തുരങ്കത്തിലൂടെ പോയാൽ ഇവിടെ നിന്നും 10 മൈൽ അകലെ ശിവഗംഗ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഗംഗാധരേശ്വര എന്ന് തന്നെ പേരുള്ള മറ്റൊരു ക്ഷേത്രത്തിലെത്താൻ പറ്റുമെന്ന് പറയപ്പെടുന്നു. ഇവിടെയുള്ളവരുടെ വിശ്വാസമനുസരിച്ച് 2 പേർ ഈ തുരങ്കം വഴി പോയെങ്കിലും ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ബാംഗ്ലൂരിന്റെ ഏത് ഭാഗത്തു നിന്നും ഗവി ഗംഗാധരേശ്വര ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ എളുപ്പമാണ്. ബെന്നാർഘട്ടെ റോഡിൽ ഹുളിമാവ് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ മടിവാളയിൽ നിന്നും 8.9 കിലോമീറ്റർ അകലെയായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നതും ഇവിടെ എത്താൻ എളുപ്പമാക്കി മാറ്റുന്നു.